നമസ്കാരം. കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം കായികേതര ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ വരുന്നു. പലപ്പോഴും പ്രായോഗിക തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞു, പ്രത്യേകിച്ചും കേരളം പോലെ കായിക സാംസ്കാരിക പ്രവർത്തികൾക്ക് വളരെ അടിത്തട്ടിൽ തന്നെ വളരെ പ്രാധാന്യം നൽകുന്ന സ്കൂൾ കലോത്സവമൊക്കെ കലയെ വളർത്താനുള്ള കലാകാരികളെയും കലാകാരന്മാരെ വളർത്താനുള്ള വലിയ ഒരു അവസരമായി കാണുന്ന ഒരു സമൂഹത്തിൽ, വളരെ ജനാധിപത്യം നിലനിൽക്കുന്ന സമൂഹത്തിൽ ഇതെല്ലാം ചർച്ചയാവുന്നത് വളരെ നല്ല കാര്യമാണ്. പലപ്പോഴും കായികേതര ആവശ്യങ്ങൾക്കായി സ്റ്റേഡിയങ്ങൾ വിട്ടുകൊടുക്കുന്നതും തീർച്ചയായും ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഒരു കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കേരളം പോലെ ഒരു സമൂഹത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയും ഇവിടെ സമ്പദ് വ്യവസ്ഥ നാം പറയേണ്ടിയിരിക്കുന്നു. കാരണം ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ, അളവ്, സ്ഥലത്തിൻ്റെ ലഭ്യത കുറവുള്ളൊരു ഒരു സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കൽ വലിയൊരു രാഷ്ട്രീയ വിഷയമാവുന്നൊരു സംസ്ഥാനമാണ്. ഒരു പരിധിവരെ പച്ചക്കറി വണ്ടിക്ക് വേണ്ടി വാളയാർ അതിർത്തി കടന്നു വരുന്ന പച്ചക്കറി വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സംസ്ഥാനമായി കേരളം ഇന്നും നിലനിൽക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. പക്ഷേ അതിനെ മറ്റൊരു തലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കായിക ഭൂപടത്തിൽ ഇന്ത്യയിലെ തന്നെ പിന്നോക്കം നിൽക്കുന്നു എന്ന്, സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നുണ്ട് കരുതി എന്തൊക്കെ വിളിച്ചിട്ട സംസ്ഥാനങ്ങൾ പോലും മുൻനിരയിലേക്ക് വരുന്നു. ശിശുമരണവും പെൺഭ്രൂണഹത്യയുമൊക്കെ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയുടെ വ്യക്തിഗത കായിക മികവ് തെളിയിക്കുന്നു. ടീമിനങ്ങളിൽ നായക സ്ഥാനത്ത് വരുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കായിക മേഖലയിൽ കേരളം തന്നെ മുമ്പത്തേക്കാൾ കൂടുതൽ മികവ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിന് കേരളത്തിൽ കഴിയുന്നൊരു ഘട്ടത്തിൽ നമ്മൾ ഇതിനെ കുറച്ചുകൂടി വിശാലമായി കാണേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ഇടുങ്ങിയെന്ന് പറയാവുന്ന രീതിയിൽ കായിക സ്റ്റേഡിയങ്ങൾ മറ്റ് കലാപ്രവർത്തനങ്ങൾ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. കാരണം അടിസ്ഥാന ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യം അത് നമ്മൾ തിരിച്ചറിയുകയാണ്. ഫിറ്റ്നസ്സിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. വില കൊടുത്ത്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച സ്പോർട്സ് ഡോക്ടർമാർക്ക്, ഏറ്റവും മികച്ച ട്രെയിനർമാർക്കെല്ലാം ഏറ്റവും ഉയർന്ന തുക നൽകിയാലും കൊണ്ടുവരുവാൻ രാജ്യങ്ങൾ മാത്രമല്ല, സംസ്ഥാനങ്ങൾ മാത്രമല്ല, ചെറിയ ചെറിയ ക്ലബ്ബുകൾ പോലും ശ്രമിക്കുന്നൊരു ഒരു ഘട്ടത്തിൽ, അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾക്ക്, അതായത് അന്താരാഷ്ട്ര ക്ലബിൽ ആ പ്രദേശത്തെ കളിക്കാരെ ഉൾപ്പെടുത്തുന്നതിനുള്ള നിയമം വളരെ കർക്കശമായി വരുന്നൊരു ഘട്ടത്തിൽ, രഞ്ജി ട്രോഫി കളിക്കാത്ത ദേശീയ കായിക താരങ്ങൾക്ക് എതിരെ നടപടി വരെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ, അത്തരം പ്രാദേശിക തലത്തിൽ ഒരു കായിക മത്സരം അല്ലെങ്കിൽ കായിക സംസ്കാരം വളരേണ്ടത് പ്രാദേശിക തലത്തിലാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. കബഡിയും വോളിയും എല്ലാം അതിൻ്റെ ശക്തി വീണ്ടെടുക്കുന്നു. ദേശീയ തലത്തിൽ നിങ്ങൾക്ക് മാറ്റി കളിക്കേണ്ട അവസരം ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ മുമ്പൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്തുകൊണ്ട് ഇതൊരു ചർച്ചയാകും? കാരണം ഒരു കായിക മത്സരം അവിടെ എല്ലാ പ്രാവശ്യവും കായിക മത്സരം നടക്കുന്നില്ലായിരിക്കാം, എത്ര സ്ഥല ലഭ്യത ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഒരു നയം നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിന് കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ്. നിങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു വിഷയത്തിനോട് നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾ ആ വിഷയത്തിൽ കൊടുക്കുന്ന പ്രാധാന്യമാണ് കാണിക്കുന്നത്. പാർട്ടി ഓഫീസുകളും ആരാധനാലയങ്ങളും അനധികൃത കുടിയേറ്റങ്ങളും, അതോടൊപ്പം തന്നെ ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് കൾച്ചറിൻ്റെ ഭാഗമായി വരുന്ന ഒരു ഭൂമാഫിയയുടെ ഫലമായി ഒഴിഞ്ഞുകിടക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ, ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റുകൾ, ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ, ഇതെല്ലാം സമൂഹത്തിൽ നിറയുന്നൊരു ഘട്ടത്തിൽ കായിക മത്സരങ്ങൾക്ക് കൂടുതൽ വേദികൾ നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടെ? ഇത്തരം ചിന്തകളിലേക്കൊക്കെ നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്നു. ഉപയോഗത്തിന് പുതിയൊരു മാനദണ്ഡം കൈവരുന്നു. അതോടൊപ്പം കൂടുതൽ നിയമത്തിൻ്റെ കാർക്കശ്യം വരുന്നു. ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയായിട്ട് ഈ ഒരു
ഭൂഘടന വരുന്നതിനെക്കുറിച്ച്, ഈ ഒരു ഭൂമാഫിയ വരുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അത്തരമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നത്. സ്ഥലലഭ്യത കൊണ്ട് മാത്രമാണോ ഇത് നമ്മൾ ചെയ്യുന്നത്? ഈ സ്ഥലലഭ്യത കൊണ്ട് മാത്രമാണെങ്കിൽ അതിന് മറ്റു വഴികളില്ലേ? അതിസമ്പന്നരായ ആളുകളുടെ എണ്ണം കേരളത്തിൽ കൂടുന്നില്ലേ? ഇവരെല്ലാം വിചാരിച്ചു ഇതിലെല്ലാം ഒരു വഴി കണ്ടുവരെ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ്. അത് എല്ലാ ഘട്ടത്തിലും എല്ലാ മേഖലയിലും അടിസ്ഥാന ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നയം രൂപവൽക്കരിക്കാം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, അറബ് രാജ്യങ്ങളിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് വരുന്നു. അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹികമായ മാറ്റങ്ങൾ വരെ മതാധിഷ്ഠിത സമൂഹങ്ങളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വരെ അതുമായി ബന്ധപ്പെട്ട ചർച്ചയാവുന്നു. കൂടുതൽ അവകാശങ്ങൾ സ്ത്രീ സമൂഹത്തിൽ കൈവരുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാന ഘടകത്തിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ നടത്തുന്നത് നിക്ഷേപമാണ്, അത് ചിലവല്ല. അതുകൊണ്ടുണ്ടാകുന്ന പരാധീനതകളല്ല, ഒരുതരം പരിശീലനമാണ് എന്നുള്ള ധാരണയിലേക്ക് രണ്ടാം ലോക രാജ്യങ്ങളടക്കം കടന്നു വരുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലാവാം, ഒരു സമ്പ്രദായത്തിലാവാം, ഒരു ശൈലിയിലാവാം. അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ചില നീക്കങ്ങൾ നടത്തുകയാണ്. ആ നീക്കങ്ങൾ പ്രാരംഭഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു വലിയ ഒരു 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 അപകടകരമായ ഒരു നീക്കമായി തോന്നാം, റിസ്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ. പക്ഷെ അതിന് നേരത്തെ പറഞ്ഞ ദൂരവ്യാപകമായ ഗുണപരമായ പ്രത്യാഘാതങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ക്രിക്കറ്റ്, ന്യൂസിലാൻഡ് തുടങ്ങി വെച്ച ബാസ്ബോൾ ക്രിക്കറ്റ്, അതുപോലെ തന്നെ സ്പിൻ പിച്ചുകളിലൂടെ ഇന്ത്യക്ക് ഇന്ത്യയിലെ ക്രിക്കറ്റ് ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ഏറെക്കുറെ അസാധ്യമാണ് എന്ന് കഴിയുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഫാസ്റ്റ് ബോളിംഗ് പിച്ചുകൾ ഒരുക്കുന്നു. അത് വിദേശത്ത് ഇന്ത്യക്ക് ജയിക്കാനുള്ള അവസരമായി മാറുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു ശൈലി ഉപയോഗിക്കുകയാണോ നമ്മൾ വേണ്ടത്, അതോ വിദേശത്ത് കൂടി നമുക്ക് ശക്തരാവാൻ കഴിയുന്ന ഒരു സാധ്യതയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ നിന്നും ഇതെല്ലാം ഉണ്ടാകും. ബാസ്ബോൾ ക്രിക്കറ്റും അതെ, ഇതും അതെ. രണ്ടിലും പരാജയപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. എന്നാൽ ആ സാധ്യത നമ്മൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞാൽ വലിയൊരു മാറ്റം അത് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്ന രീതി, ടെസ്റ്റ് മത്സരങ്ങൾ രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന രീതിക്ക് തന്നെ മാറ്റം വന്നിരിക്കുന്നു. ക്രിക്കറ്റ് ബൗളർമാരുടെയും ഫീൽഡർമാരുടെയും എല്ലാം ഒരു കളിയായി മാറുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോൾ നിലയിലുള്ള ടീമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാറുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഫുട്ബോളിൽ തന്നെ നമുക്കത് വലിയ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാം. ഫുട്ബോൾ പലപ്പോഴും ലീഗ് ഫുട്ബോളൊക്കെ ഒരു നേരത്തെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് മാഫിയ പറഞ്ഞ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയായി മാറുമ്പോഴും ഒരുപാട് അവസരങ്ങൾ അത് തോന്നുന്നു. ഏറ്റവും മികച്ചത് പുറത്തെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാവർക്കും പോരാടാനുള്ള അവസരം നൽകുന്നു. ശൈലികളിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലൊക്കെ അതിൻ്റെ സൗന്ദര്യത്തിൽ വലിയൊരു ചോർച്ച സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ മറ്റു വീഡിയോ ചർച്ച ചെയ്യും. അപ്പോൾ ഇത് ഒരുതരം സാഹസികതയാണ്. ആ സാഹസികതയ്ക്ക് ബലം ലഭിക്കുമെന്ന് ചോദിച്ചാൽ ബ്രസീലിൽ തുടർച്ചയായി അല്ലെങ്കിൽ 4 ലോകകപ്പുകൾക്കിടയിൽ 3 ലോകകപ്പുകൾ ലഭിച്ചത്, 12 വർഷത്തിനിടയിൽ 3 ലോകകപ്പുകൾ ലഭിച്ചത് ഏറ്റവും മനോഹരമായി, ഏറ്റവും സാഹസികമായി, നമ്മൾ ഏറ്റവും സ്വയം സന്തോഷിപ്പിക്കുന്ന, കാഴ്ചക്കാരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ആനന്ദത്തിൽ അധിഷ്ഠിതമായൊരു ഫുട്ബോൾ കളിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച എന്ന് ഗ്യാരൻറ്റി വിശ്വസിക്കുന്നൊരു കാലഘട്ടത്തിലാണ് പെലെയും ബ്രസീലും 4 വേൾഡ് കപ്പടിൽ 3 വേൾഡ് കപ്പ് നേടി. ലോകത്തെ ഏറ്റവും മനോഹരമായത് സംഗീതമല്ല ഫുട്ബോളാണ് എന്ന് ലോകം വിശ്വസിക്കുന്ന കുറച്ച് വർഷങ്ങളായിരുന്നത്. അപ്പോൾ അവിടെയും ഇത്തരം ഒരു സാഹസികതയാണ്. ഗോൾ വഴങ്ങാനുള്ള അവസരമുണ്ട്, ഗോൾ അടിക്കാനുള്ള അവസരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും തങ്ങൾ ഏറ്റവും മികവ് പുറത്തെടുക്കാൻ കഴിയുകയും അതിലൂടെ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയുകയും ചെയ്യുക എന്നുള്ള വലിയൊരു സാധ്യത അവിടെ അന്ന് ബ്രസീലിയൻ ഫുട്ബോൾ അവശേഷിപ്പിച്ചു. അത് നിങ്ങൾക്ക് ഏറ്റവും പ്രായോഗികമായി, ഏറ്റവും യുക്തിഭദ്രമായി ഉപയോഗിക്കാൻ കഴിയുന്നിടത്താണ് അതിന് വിജയമുണ്ടാകുന്നത്. നിങ്ങളുടെ മികവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു ഒരു 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 സാഹസികത, മുന്നൊരുക്കങ്ങളോടെയുള്ള അപകട സാധ്യതകൾ നേടാൻ കഴിയുന്നൊരു സാഹസികത. അത്തരം സാഹസികതകൾ എന്ന് പറയുന്നത് അടിസ്ഥാന ഘടകങ്ങൾ ഊന്നിക്കൊടുക്കുകയാണ്.
രഞ്ജി ട്രോഫിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റർമാർ കളിക്കുമ്പോൾ അത് ക്രിക്കറ്റ് കളിയെ ആളുകൾ സമീപിക്കുന്ന രീതിക്ക് തന്നെ വലിയൊരു മാറ്റം വരികയാണ്. ഇതും അടിസ്ഥാന ഘടകങ്ങൾ ഊന്നിക്കൊണ്ടുള്ളൊരു ഒരു ക്രിക്കറ്റാണ്. അത് എല്ലാ മേഖലയിലും അത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു താരപ്പകിട്ടോ നിങ്ങളുടെ ഒരു മേന്മയോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ചില സവിശേഷതകളോ നിങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള ഒരു അവസരമായോ അല്ലെങ്കിൽ അതിനുള്ളൊരു സൗജന്യമായി മാറുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് എല്ലാ മേഖലയിലുമുണ്ട്. ഇത്തരം ആളുകൾ എല്ലാ മേഖലയിലുമുണ്ട്. ഇപ്പോൾ സിനിമാ മേഖല എടുത്താൽ നമുക്ക് വിരലെണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ അതെ, നമുക്ക് ഇപ്പോൾ മലയാള സിനിമയിലാണെങ്കിൽ മധു, ഷീല, ശ്രീമതി ഷീല, ശ്രീ മധു, ശ്രീമതി ഷീല, ശ്രീമതി ഗീത, ശ്രീമതി ശാന്തികൃഷ്ണ, ശ്രീമതി ഉർവശി, ശ്രീമതി താവു, ഇപ്പോൾ വരലക്ഷ്മി, ശരത്കുമാർ വരെയുള്ള ആളുകൾ താരമൂല്യമുള്ളവരാണ്. പക്ഷെ താരമൂല്യമുള്ള ഘട്ടത്തിലും തങ്ങളുടെ താരമൂല്യത്തിന് പരിക്കേൽപ്പിക്കുമെന്ന് കാഴ്ചക്കാർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ആളുകൾക്ക് വരെ തോന്നുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലൂടെ സ്വയം നവീകരിക്കാൻ എല്ലാ കാലത്തും കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കഴിയുന്ന ഒരു കൂട്ടം ആളുകളാണ്. അത് തെളിയിക്കുന്നത് അടിസ്ഥാന ഘടകങ്ങൾക്കൂടെ നടൻ എന്ന നിലയിൽ സ്വയം പരീക്ഷണത്തിന് വിധേയരായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നു എന്നാണ് കാര്യം. നമ്മളിപ്പോൾ റിയാലിറ്റി ഷോയുടെ കാര്യം തന്നെ പറയാറുണ്ട്. സംഗതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതിൽ തമാശ തോന്നുമെങ്കിലും അടിസ്ഥാന ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിധി നിർണ്ണയ രീതി, അതിൻ്റെ പേരിൽ എം ജി ശ്രീകുമാർ അടക്കമുള്ള ആൾക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അടിസ്ഥാന ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം അവർ എന്നും സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം ഒരു കാര്യങ്ങളാണ്, അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയം മറ്റൊരു ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളൊരു വിഷയത്തെ എങ്ങനെയാണ് ഗൗരവത്തോടെ കാണുന്നത്? പ്രത്യേകിച്ചും ISL പോലെയുള്ള ഒരു ഘട്ടത്തിൽ. കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ കാര്യമാത്ര പ്രസക്തമായ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ഇന്ത്യയേക്കാൾ FIFA ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ വലിയൊരു വിപണി, ഇത് മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞോ അല്ലെങ്കിൽ 2-3 പതിറ്റാണ്ടോ കഴിഞ്ഞിട്ടോ ബലം വരാൻ പോകുന്ന വലിയ നിക്ഷേപമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മളത് പറഞ്ഞിരുന്നു. അപ്പോൾ യൂറോപ്യൻ ലീഗിൽ നിന്നും അമേരിക്കൻ ലീഗിലേക്കും സൗദി ലീഗിലേക്കും ഒക്കെ ആളുകളുടെ അതിന് വിപണി മൂല്യം മാറുകയാണ്. ലോകത്തെ ഏറ്റവും വിലയേറിയ കളിക്കാർ ഇപ്പോൾ യൂറോപ്പിലല്ല കളിക്കുന്നതെന്ന് യാതൊരു നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കുന്നു, കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് വിപണി പിടിക്കുന്നു. അതൊരു ധൂർത്തായിട്ടോ പണമുള്ളവൻ്റെ ഒരു ആഭാസമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷേ അത് മറ്റൊരു വശം കൂടിയുണ്ട്. ഒരുപക്ഷെ ഒരു റിലയൻസ് ജിയോ ചെയ്ത പോലെ അതൊരു പക്ഷേ ഒരു അനാരോഗ്യകരമായ ഒരു മത്സര രീതിയാണ്. എതിരാളികൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ളൊരു മത്സര രീതിയാണ്. വലിയ വില കൊടുത്ത് വിപണി സ്വന്തമാക്കുക, വിപണിയിലുള്ള ആളുകൾക്ക് വില കുറച്ച് നൽകി അവരെ തങ്ങളുടെ സ്ഥിരം ആളുകളാക്കുക, അതിനുശേഷം വില വർദ്ധിക്കുക. ഇത്തരം രീതികളൊക്കെ നമ്മൾ കച്ചവടത്തിൽ കാണാൻ കഴിയും. ഇത്തരം ഒരു കച്ചവടമല്ല ഇവിടെ നടക്കുന്നത്. വലിയൊരു നിക്ഷേപത്തിലൂടെ വിപണി ആകർഷിക്കുന്നു. ആ വിപണി ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാനമായ ഘടകങ്ങൾ വികസിക്കുന്നു, ഫുട്ബോൾ വികസിക്കുന്നു. ഇത് തന്നെ ISL നടക്കുന്നത്. ഒരു പണക്കൊഴുപ്പിൻ്റെ ഒരു വേദിയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് അതിനപ്പോൾ മറ്റൊരു തലം കൈവരിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്ന അടിസ്ഥാന ഘടകങ്ങൾക്കുള്ള ഒരു പ്രാധാന്യം. തീർച്ചയായും അത്തരം അതിന് മറ്റ് ഉദാഹരണങ്ങൾ. അപ്പോൾ അടിസ്ഥാന ഘടകങ്ങൾ എങ്ങനെ നിങ്ങൾ മത്സരക്ഷമത നമ്മൾ നിലനിർത്തുന്നു, നമ്മളെങ്ങനെ ഒരു കാര്യത്തെ നോക്കിക്കാണും, നമ്മളെങ്ങനെ ഒരു മേഖലയിൽ തുടർച്ചയായി മികവ് നിലനിർത്തും. ഇതിന് പലതരം ശൈലികളുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായി ഒരു കാര്യം കാണുകയോ ചെയ്യുകയോ സ്ഥിരമായൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിക്ക് താരമൂല്യം നഷ്ടപ്പെടുന്നുള്ള ധാരണ ഏകദേശം 1.5 പതിറ്റാണ്ട് മുമ്പ് വരെ സമൂഹത്തിലുണ്ടായി. ആ ധാരണയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കോമ്പനികൾ ക്രോഡ്പതിയിലേക്ക് അമിതാഭ് ബച്ചൻ വരുന്നത്, TV സീരിയലുകളിലേക്ക് പ്രമുഖ നായിക നടിമാർ വരുന്നത്. ഇന്ന് ഈ ഫേസ്ബുക്കൊക്കെ പോലെയുള്ളവ വരുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ തുടർച്ചയായി ജനങ്ങളോട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന നടന്മാരെയും കോടികൾ മുടക്കി
തങ്ങളുടെ സിനിമ എന്താണോ അതല്ല, അതിനേക്കാൾ എത്രയും മുകളിലാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സിനിമാക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നു. തുടർച്ചയായി ജനങ്ങളുമായി ഇടപഴകി കഴിഞ്ഞാൽ തങ്ങളുടെ താരമൂല്യം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം രീതിക്ക് നേരെ തിരിച്ചു രീതി ഉണ്ടാകുന്നത്. അതേ കാലഘട്ടത്തിലാണ് സ്വയം നവീകരിച്ചുകൊണ്ട് അമിതാഭ് ബച്ചനെ പോലെയുള്ളവരും അല്ലെങ്കിൽ നായിക നടിമാരുമൊക്കെ TV സീരിയലിലേക്കും ഒരു ക്വിസ് പരിപാടി അവതാരകരുമായിട്ടൊക്കെ വരുന്നത്. അതിലവർ ചെയ്യുന്നത് സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ശബ്ദത്തിൻ്റെ അനന്തമായ സാധ്യതകൾ അമിതാഭ് ബച്ചൻ ഉപയോഗിക്കുന്നു. തങ്ങളുടെ അഭിനയ മികവിൻ്റെ ഒരുപാട് സാധ്യതകളെ ഈ പറയുന്ന നായിക നടിമാർ, ഒരു പറ്റം നായിക നടിമാർ ഉപയോഗിക്കുന്നു. അവിടെ താരമൂല്യത്തെക്കാൾ തങ്ങളുടെ മികവിനെ അവർ അനുസ്യൂതം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതിന് മറ്റു തലങ്ങൾ കൈവരിക. കാരണം ഞങ്ങൾക്ക് പ്രശസ്തി ആവശ്യമില്ല, വെളിച്ചത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് ജനങ്ങളോട് 24 മണിക്കൂർ ഇടപഴകിക്കൊണ്ട് ഞങ്ങൾക്കൊരു നിലനിൽപ്പില്ല എന്നുള്ള ധാരണയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ തുടർച്ചയായി ജനങ്ങളിലേക്ക് കോടികൾ ചിലവഴിച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തുന്ന അജിത്തിനെയും അമീർ ഖാനെ പോലുള്ള ആളുകളെ നമുക്ക് മറ്റൊരു വശത്ത് കാണില്ല. നേരിട്ടല്ലാതെ തന്നെ കോടികൾ ചിലവഴിച്ചുകൊണ്ടുള്ള പ്രചാരണം. ഞങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല എന്ന് പറയാൻ വേണ്ടി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രചാരണ പ്രകടനം നടക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്ന ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് അവർ നിലനിൽപ്പ് തേടുകയാണ്. കാമ്പുള്ളവയ്ക്ക്, കരുത്തുള്ളവയ്ക്ക് ഇത്തരം കോടികൾ ചിലവഴിച്ചുള്ള പ്രചാരണം ആവശ്യമില്ല എന്നുള്ള ധാരണയാണ് സംഗതി പോരാ എന്ന് പറയുന്ന MG ശ്രീകുമാറും കോൺബിനേയർ ക്രോർപ്പതിയിലെ അവതാരകനായി വരുന്ന അമിതാഭ് ബച്ചനും വില്ലൻ കഥാപാത്രങ്ങളോ നെഗറ്റീവ് അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായ ശ്രീ മധുവും ശ്രീമതി ഉർവശിയും ശ്രീമതി വരലക്ഷ്മി ശരത്കുമാറും എല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ തങ്ങളുടെ മികവിനെ അവർ പരമാവധി ഉപയോഗിക്കുക. അത്തരമൊരു ഉപയോഗത്തെക്കുറിച്ചാണ് ഇത്തരം ഒരു കായിക മത്സരത്തിന് അല്ലാത്തൊരു വിഷയത്തിന് ഒരു കായിക വേദി ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? അത് നമുക്ക് മുന്നിൽ തുറന്നൊരു ചിത്രം എന്താണെന്ന് വെച്ചാൽ, നിരന്തരം ഊതിക്കാച്ചി മിനുക്കി എടുക്കേണ്ടതാണ് നിങ്ങളുടെ മികവ്. അതിന് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യമാണ്, അതിന് നിങ്ങൾ കൊടുക്കുന്ന പരിഗണനയാണ് നിങ്ങളുടെ മികവിനെ നിലനിർത്തുന്നത്. അത്തരം ചിന്തയിലേക്ക് യൂറോപ്യൻ സമൂഹവും അമേരിക്കൻ സമൂഹമൊക്കെ എത്തും. അവരെ അനുകരിക്കൂ എന്നല്ല പറയുന്നത്. ഏറ്റവും കൂടുതൽ നിക്ഷേപം അടിസ്ഥാന മേഖലയിൽ നടക്കേണ്ടതിനെക്കുറിച്ച് ലോകം ചിന്തിച്ചു തുടങ്ങിയ ഘട്ടത്തിലൂടെ നമ്മൾ കണ്ടിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ കായിക മേഖലയിൽ കരുത്ത് തെളിയിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടൊരു കടുത്ത അത്ലറ്റിക് മേഖലയിൽ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനം, ഫുട്ബോളിന് ജനപ്രീതിയുള്ള എന്നാൽ അതിനനുസരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ മികവ് തെളിയിക്കാൻ കഴിയാത്തൊരു സമൂഹം എങ്ങനെയാണ്, എന്ത് സന്ദേശമാണ് പൊതുജനങ്ങൾക്കോ ലോകത്തോ അല്ല സ്വയം നൽകുന്നത്, അല്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറയ്ക്ക് നൽകുന്നത്? ഒരു കായിക ആവശ്യത്തിനല്ലാതെ ഒരു സ്റ്റേഡിയം കായിക ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഒരു സ്റ്റേഡിയം കായിക ആവശ്യത്തിനല്ലാതെ വിട്ടുകൊടുക്കുമ്പോൾ നൽകുന്നത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നേരത്തെ ഉദാഹരണങ്ങൾ വരുന്നത്. തങ്ങളുടെ മികവിനെ പരമാവധി സ്വയം ഊറ്റിയെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സിദ്ധികളോടും ആ സിദ്ധികൾ നിലനിർത്തേണ്ടതിൻ്റെ ദൈവദത്തമായ ചില ഉത്തരവാദിത്തോടും അവരെങ്ങനെ നീതി കൊടുക്കുന്നു എന്നുള്ളത് വിലയിരുത്തി കഴിഞ്ഞാൽ ഈ ചർച്ച ശരിയായ ദിശയിലേക്ക് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. കൃത്യമായ കായിക നയം, കൃത്യമായ കലാനയം രൂപവൽക്കരിക്കപ്പെടേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് കൂടിയാണ് ഇത് വിരലിച്ചു. ഒരു സ്ഥലത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതോ ഒരു സ്ഥലം മറ്റൊരു ആവശ്യത്തിന് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതോ അല്ല ഇത്. നിങ്ങൾ ഒരു വിഷയത്തിന് കൊടുക്കുന്ന പരിഗണന, കൊടുക്കുന്ന പ്രാധാന്യം, അതിനെ അടിസ്ഥാന ഘടകങ്ങളിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നിങ്ങളെങ്ങനെ ഭാവിയിലേക്ക് നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കിയത്. അടിസ്ഥാന തത്വങ്ങൾക്ക്, അടിസ്ഥാന ഘടകങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം ഒരു കായിക സംസ്കാരം ഉയർന്നു വരട്ടെ.